വീട്, ഹോട്ടൽ, വ്യവസായശാലകൾ എന്തുമായിക്കൊള്ളട്ടെ, മുഴുവൻ വെള്ളവും പമ്പ് ചെയ്യുമ്പോൾ തന്നെ ഫിൽട്ടർ ചെയ്ത് അതിലെ മാലിന്യങ്ങളും ബാക്ടീരിയകളും നീക്കം ചെയ്ത് ശുദ്ധമാക്കുന്നു. അക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ. ശാപമോക്ഷം കാത്തു കിടക്കുകയാണ് കൊണ്ടാഴി പാറമേൽപ്പടിയിലെ ഒരു തോട്. ഗ്രാമപഞ്ചായത്തിലെ 13ഉം 5ഉം വാർഡുകളിലൂടെ കടന്നുപോകുന്ന തോടാണ് കാടുമൂടി ഉപയോഗശൂന്യമായി കിടക്കുന്നത്. ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കർഷകർക്ക് പ്രയോജനപ്പെടും വിധം ഈ തോടിനെ സംരക്ഷിക്കണമെന്നാണ് പരക്കെ ആവശ്യമുയരുന്നത്. ഇരുപൂവൽ നെൽകൃഷി ചെയ്യുന്ന പാടശേഖരങ്ങളിലേക്ക് പ്രധാനമായും വെള്ളമെത്തുന്നത് ഈ തോട് വഴിയാണ്. മഴ പെയ്താൽ കൃഷിക്ക് ആവശ്യമായ വെള്ളം ശേഖരിക്കാൻ സാധിക്കുന്ന തോടാണിത്. ചീർപ്പുകളിൽ വെള്ളം സംഭരിച്ച് വേനൽക്കാലത്ത് കൃഷിക്ക് ഉപയോഗപ്പെടുത്തുകയും മഴക്കാലങ്ങളിൽ പാടശേഖരങ്ങളിൽ അധികം വരുന്ന വെള്ളം ഈ തോടിലൂടെ ഒഴുകി പുഴയിൽ എത്തിച്ചേരുകയുമാണ് ചെയ്യാറുള്ളത്. കർഷകർക്ക് ഇത്രയേറെ സഹായകരമായ ഈ തോട് വൃത്തിയാക്കി ഉപയോഗപ്രദമാക്കണമെന്നാണ് ആവശ്യം. എന്നാൽ തോട് പലരും കയ്യേറിയിട്ടുണ്ടെന്നും അവരുമായി സംസാരിച്ച് ധാരണയിലെത്തി തോടിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കായുള്ള നടപടി സ്വീകരിക്കാൻ ശ്രമം നടത്തുമെന്നുമാണ് ഗ്രാമപഞ്ചായത്ത് 5ാം വാർഡ് മെമ്പർ PR വിശ്വനാഥൻ പറയുന്നത്. കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു തോടാണ് ഇത്. മേലേമുറി അവിടെ നിന്ന് വരുന്ന കാട്ടിൽ നിന്നും വരുന്ന വെള്ളം അത് ഇതിലൂടെ ഒഴുകി അങ്ങനെ ഗായത്രിപ്പുഴയിലേക്ക് പോവുകയും ഗായത്രിപ്പുഴയിൽ നിന്നും അത് ഭാരതപ്പുഴയിൽ സംഗമിക്കുകയും ചെയ്യുന്ന ഒരു തോടാണ് ഇതിൻ്റെ ശാപം ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് മോക്ഷമുണ്ടാവണം എന്നുണ്ടെങ്കിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ചെറിയ നാമമാത്രമായ തുക കൊണ്ട് ഇത് നിർമ്മിക്കാൻ സാധിക്കുകയില്ല. മൈനർ ഇറിഗേഷൻ്റെ ഫണ്ടോ അല്ലെങ്കിൽ കൃഷി വകുപ്പിൻ്റെ വല്ല ഫണ്ടുകളോ ഉൾപ്പെടുത്തി മണ്ണ് ജലസേചന വകുപ്പിൻ്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ഇതിൻ്റെ പ്രവർത്തികൾ ചെയ്യാൻ സാധ്യമാകുള്ളൂ. ഇവിടെ 2-3 ചീർപ്പുകളുണ്ട് ഇതിൻ്റെ ഈ തോടിനോട് ചേർന്ന്, കെട്ടുകൾ, ബണ്ടുകൾ. ഈ ബണ്ടിൽ വെള്ളം സ്റ്റോർ ചെയ്ത് വേനൽക്കാലത്ത് കൃഷി ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു മാസ്റ്റർ പദ്ധതിയുണ്ട്. അതോടൊപ്പം തന്നെ മഴക്കാലത്ത് എക്സസ് വരുന്ന വെള്ളം അത് ഈ തോട്ടിലൂടെ തോട്ടിലേക്ക് പാടശേഖരങ്ങളുടെ വെള്ളം മുഴുവൻ തോട്ടിലേക്ക് വന്ന് അത് കൃത്യമായി തന്നെ പുഴയിലേക്ക് എത്തുക എന്നുള്ള 2 ലക്ഷ്യമാണ് ഈ തോട് കൊണ്ടുള്ളത്. അവിടെ എക്സസ് വരുന്ന വെള്ളം മഴക്കാലത്ത് ഈ തോട്ടിലൂടെ പോവുകയും വേനൽക്കാലത്ത് വെള്ളം കെട്ടി നിർത്തി ഈ ഭാഗത്തുള്ള കെട്ടിലപ്പാടം, ഇരുമ്പള്ളൂർ വെസ്റ്റ്, ഈസ്റ്റ് പാടശേഖരങ്ങളിലേക്ക് കൃഷി യോഗ്യമാക്കുന്ന ആവശ്യത്തിന് വേണ്ടിയുള്ള വെള്ളം ശേഖരിക്കാൻ സാധിക്കുന്ന ഒരു തോടാണ്. ഇവിടുത്തെ കർഷകർക്ക് സഹായകരമായിട്ട് നിലപാട് സ്വീകരിക്കാൻ വേണ്ടിയുള്ള എല്ലാ ഇടപെടലും ഈ തോട് നിരവധി ആളുകൾ കയ്യേറിയിട്ടുണ്ട്. കയ്യേറ്റങ്ങളൊക്കെ അവരുമായി സംസാരിച്ച് ധാരണയാക്കി ഭാവിയിൽ ഇത് പണി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമം പഞ്ചായത്തിന്റെ ഭാഗത്ത് ഉണ്ടാകും. കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഈ തോട് സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതെ, ജലം അമൂല്യമാണ്. പക്ഷെ അത് മലിനമാണെങ്കിലോ? വെള്ളത്തിന്റെ രുചി വ്യത്യാസം, നിറവ്യത്യാസം, ഇരുമ്പിന്റെ അംശം, ക്ലോറിൻ, ചെളി ഇവയെല്ലാം വിട്ടുമാറാത്ത രോഗങ്ങൾ, മുടികൊഴിച്ചിൽ തുടങ്ങി അനേകം രോഗങ്ങൾക്ക് കാരണമാകുന്നു. അക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ. വീട്, ഹോട്ടൽ, വ്യവസായശാലകൾ എന്തുമായിക്കൊള്ളട്ടെ, മുഴുവൻ വെള്ളവും പമ്പ് ചെയ്യുമ്പോൾ തന്നെ ഫിൽട്ടർ ചെയ്ത് അതിലെ മാലിന്യങ്ങളും ബാക്ടീരിയകളും നീക്കം ചെയ്ത് ശുദ്ധമാക്കുന്നു. കൂടാതെ അടുക്കളയ്ക്കായി പ്രത്യേകം ഡിസൈൻ ചെയ്ത പ്യൂരിഫയറും ലഭ്യമാണ്. അക്വാസ് ഫ്ലാഷ്. ഇനി ഓരോ ഡ്രോപ്പും ക്രിസ്റ്റൽ ക്ലിയർ. അക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ, മെയിൻ റോഡ്, ചേലക്കര.